ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ 2027 ഇനാഗുറേറ്റ് ചെയ്യപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ജപ്പാനാണ് നടപ്പാക്കുന്നത്. ജപ്പാന്റെ സാങ്കേതിക വിദ്യയാണ്. ജപ്പാനാണ് 40,000 കോടി മുതൽ മുടക്കുന്നതും മൊത്തം 1,08,000 കോടിയാണ് അതിന്റെ ചെലവ്. ബാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെലവാക്കും. അതിനുവേണ്ടി നമ്മളൊരു കമ്പനിയും രൂപീകരിച്ചു, നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ. പക്ഷേ വാർത്ത അതല്ല. നമ്മളുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് വരാൻ പോയാണ്. വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിച്ചത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്. ഏതാണ്ട് 220 km/h ആണ് അതിന്റെ മാക്സിമം സ്പീഡ്. 320 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ നിർമ്മാണം, അതിന്റെ പരീക്ഷണമൊക്കെ ഏതാണ്ട് ICF ചെന്നൈ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 54 സെക്കൻഡ് കൊണ്ട് 100 km/h സ്പീഡ് കൈവരിക്കാൻ കഴിയുന്ന നമ്മളുടെ ബുള്ളറ്റ് ട്രെയിനുകൾ, അതിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണം ഏതാണ്ട് സക്സസ് ആണെന്നാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പുതുതായിട്ട് ഇന്ത്യയിൽ വീണ്ടും ബുള്ളറ്റ് ട്രെയിനുകൾ വരും, യാതൊരു സംശയവുമില്ല. അതിൽ നമ്മളുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച സ്വന്തം ബുള്ളറ്റ് ട്രെയിനുകളായിരിക്കും വരാൻ പോകുന്നത്.